ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकला चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गजाननं भूतगणाधिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि വിഘ്നേശ്വരപാദപങ്കജം. ആദ്യമായിട്ട് നമ്മളുടെ ഗുരു ശ്രീ GK സാർക്ക് എൻ്റെ ശതകോടി പ്രണാമം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഗുരുപൂർണിമ ആശംസകൾ. ആഷാഢമാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരുപൂർണിമ അല്ലെങ്കിൽ വ്യാസജയന്തി. വേദങ്ങളും അതുപോലെ തന്നെ പുരാണ ഇതിഹാസങ്ങളും തന്റെ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്ത ശേഷം തന്റെ ശിഷ്യന്മാരോടായിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും ഗുരുവിനെ ആദരിക്കുകയും പൂജിക്കുകയും വേണം. എന്നാൽ പ്രത്യേകിച്ച് വർഷത്തിലൊരിക്കൽ ആ ഗുരുവിനെ പൂജിക്കുന്നതോടൊപ്പം ഗുരുദക്ഷിണ സമർപ്പിച്ച് ഒരു ആഘോഷവുമാക്കി മാറ്റാം. അതാണ് വ്യാസഭഗവാൻ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ ആഷാഢമാസത്തിലെ പൗർണമി ദിവസം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ശ്ലോകത്തില് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അതിനേക്കാൾ ഉപരി നമ്മളുടെ പ്രപഞ്ചത്തിന്റെ തന്നെ ആധാരമായിരിക്കുന്ന ആ ചൈതന്യം ഏതാണോ ആ പരബ്രഹ്മവും നമുക്ക് ഗുരുവാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടിനെ അകറ്റുക എന്നതാണ്. ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം. അപ്പൊ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന എല്ലാവരും നമ്മളുടെ ഗുരുക്കന്മാരാണ്. പ്രകാശം എന്ന വാക്കിന് പ്രതീകാത്മകമായിട്ട് അറിവ് എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മരിക്കുന്നിടം വരെ വിദ്യാർത്ഥിയാണ്. കാരണം അറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി കിടക്കുന്ന ആ അറിവില്ലായ്മയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ഗുരു വേണം അല്ലെങ്കിൽ ഗുരുക്കന്മാർ വേണം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ഒരു ഗുരുവുണ്ട്. ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. അവതാര ദേവതയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ഗുരുക്കന്മാരാണ് വസിഷ്ഠനും വിശ്വാമിത്രനും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവാണ് സാന്ദീപന മഹർഷി. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് പല നല്ല രാജാക്കന്മാർക്കും ഗുരുക്കന്മാരുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ ഗുരുവാണ് സമർത്ഥ രാമദാസ് മഹർഷി. അതുപോലെ ആധുനിക ഭാരതത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പല സന്യാസി ശ്രേഷ്ഠന്മാർക്കും ഗുരുക്കന്മാരുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ആ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഗുരുവാണ് ശങ്കര പരമ്പരയിലെ തോതാപുരിയും അതുപോലെ മറ്റനേകം ഗുരുക്കന്മാരുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാവും, സാധാരണ ജനങ്ങൾക്കായാലും ശരി, ദേവന്മാർക്കായാലും ശരി, സന്യാസി ശ്രേഷ്ഠന്മാർക്കായാലും ശരി, രാജാക്കന്മാർക്കായാലും ശരി, എല്ലാവർക്കും ഒരു ഗുരു ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ ഗുരു എന്ന് പറയുന്നത്, ഗുരുവിനെ സ്വീകരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി കിടക്കുന്ന ആ അന്ധകാരത്തെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടതായ ആവശ്യപ്പെടുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ ഈ ബുദ്ധിയാണ്, നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾക്കൊക്കെ ബുദ്ധിയാണ് മറുപടി പറയുന്നത്. ആ ബുദ്ധി പദാർത്ഥ നിർണയം നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോധ്യം വരുന്നു, ഇതാണ് ശരിയെന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ലൊരു അറിവ് നൽകുവാൻ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോഴാണ് നമുക്ക് ഒരു ഗുരുവിന്റെ സഹായം ആവശ്യമായി വരുന്നത്. മാത്രവുമല്ല, ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ബുദ്ധി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു തന്മയീഭാവം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. ഈ
ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഗുരുവിൽ നിന്നുള്ള അറിവ് വേണ്ട പോലെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോഴാണ് അതിനാണ് നമ്മൾ ഈ അഹങ്കാരം മാറ്റുന്നത്. പിന്നെ നമ്മളുടെ ആദ്യ ഗുരു എന്ന് പറയുമ്പോൾ, നമ്മുടെ ഗുരുക്കന്മാരെ പറയുമ്പോൾ നമ്മുടെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ അമ്മയാണ്. കാരണം നമ്മൾ ജനിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒന്നിനെ കുറിച്ചും ഒരു അറിവുണ്ടായിരുന്നില്ല, അല്ലെ? നമുക്ക് ലോകത്തെ കുറിച്ച് വല്ലതും അറിവുണ്ടായിരുന്നോ? അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വല്ലതും അറിവുണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് ഓരോന്നും പറഞ്ഞും പഠിപ്പിച്ചും, ഇത് പശുവാണ്, ഇത് പാലാണ്, ഇത് അമ്മയാണ്, ഇത് അച്ഛനാണ്, എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞും പഠിപ്പിച്ചും തരുന്നത് ആരാണ്? നമ്മളുടെ അമ്മയാണ്. അപ്പൊ അമ്മയാണ് നമ്മളുടെ ആദ്യ ഗുരു. നമ്മളുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ്. ആ അമ്മയാണ് നമുക്ക് അച്ഛനെ പോലും പരിചയപ്പെടുത്തി തരുന്നത്. ആ അച്ഛനാണ് നമുക്ക് ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തി തരുന്നത്. കൈപിടിച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തേണ്ടത് ആരാണ്? നമ്മളുടെ അച്ഛനാണ്. അപ്പോ ഒരു സീക്വൻസ് തന്നെയുണ്ട്: മാതാ, പിതാ, ഗുരു, ദൈവം, അല്ലെ? ഇനി അതിനു പുറമെ നമ്മളുടെ വീട്ടിലുള്ള മുത്തശ്ശി, മുത്തശ്ശൻ, അങ്ങനെ വേണ്ടപ്പെട്ട മുതിർന്ന എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാണ്. കാരണം നമ്മൾക്ക് ചെറുതോ വലുതോ എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് അവരെല്ലാം പകർന്നു തന്നിട്ടുണ്ടാവും. ചെറിയ അറിവായാലും വലുത് അറിവായാലും നമുക്ക് അറിവ് പകർന്നു തരുന്ന എല്ലാവരും നമ്മളുടെ ഗുരുക്കന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ശാസ്ത്രവും സംസ്കാരവും പറഞ്ഞു തരുന്ന അവരും നമ്മളുടെ ഗുരുക്കന്മാരാണ്. അങ്ങനെ നമ്മൾ ഈ ഭൗതിക ജീവിതമൊക്കെ നയിച്ച് നമ്മളൊരു ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ച് ജീവിത സാക്ഷാത്കാരം നേടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദീക്ഷാ ഗുരുവിനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ആ ഗുരു നമ്മളെ കണ്ടെത്തുന്നു. അങ്ങനെ ദീക്ഷ സ്വീകരിച്ച് ആ മന്ത്രത്തെ സ്വീകരിച്ച് നമ്മൾ സാധന ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനായിട്ട് കഴിയുന്നു. ഇങ്ങനെ നമ്മൾ ഗുരുതത്വങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം മാറി, അജ്ഞത മാറി, പരിശുദ്ധമായ ഒരു അറിവ് നേടണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ചുറ്റപ്പെടുത്തിയെടുക്കണം. കാരണം നമ്മൾ വിനയാന്വിതമായിരിക്കണം. അഹം എന്നുള്ള ഭാവം നമ്മളുടെ ഉള്ളിലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഗുരുവിൽ നിന്നുള്ള അറിവ് വേണ്ട പോലെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള അഹങ്കാരം മാറ്റണം. നമ്മൾ വിനയമുള്ളവരായിരിക്കും. നമുക്ക് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഗുരുവിന്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഗുരുവിൽ നിന്നുള്ള അറിവ് വേണ്ട പോലെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഈ ഗുരുപരമ്പരയിൽ നിന്നുള്ള അറിവൊക്കെ നമ്മൾ നേടി, എന്നിട്ട് അപ്പോൾ എന്തുണ്ടാവുന്നു? നമ്മുടെ ഉള്ളിൽ ഉള്ള അഹങ്കാരം മാറി അച്ചടക്കം, ജീവിതത്തിലെ അനുസരണ, അതുപോലെ സേവന മനോഭാവം, സമർപ്പണ ജീവിതം, അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് ഒരു ഗുരുവിൽ നിന്നുള്ള അറിവ് നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോ നമ്മളുടെ ചിന്തകൾ നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധി നേർ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മളുടെ ചിന്തകൾ എന്ത് ചെയ്യുന്നു? അബദ്ധതലത്തിൽ എത്തിച്ചേരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സമാജത്തിനും രാഷ്ട്രത്തിനും ഒരു ഗുരുസങ്കല്പമുണ്ട്. വേദത്തിലെ യജ്ഞ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഹവിസ് സമർപ്പിക്കുമ്പോൾ അഗ്നിയെ ഇതം ന മമ എന്നാണ് പറയുന്നത്. കാരണം ഇത് അഗ്നിക്ക് വേണ്ടിയാണ്. ഇപ്പോ സാങ്കേതികമായിട്ട് നമ്മൾ ഹവിസ് നമ്മുടേതെന്ന് പറഞ്ഞ് സ്വരൂപിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? സമാജത്തിൽ നിന്നാണ്. അതുകൊണ്ട് യജ്ഞവും സമാജത്തിന് വേണ്ടിയാണ്. അപ്പോ ആ ഒരു മനോഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പിന്നെ പഞ്ചഭൂതങ്ങളിൽ പരിശുദ്ധമായിരിക്കുന്നത് അഗ്നി ആയതുകൊണ്ട് അഗ്നിയെ നമ്മൾ വേദത്തിലെ പുരോഹിതനായിട്ടാണ് കാണുന്നത്. ആ സങ്കല്പം അഗ്നി എന്ന തത്വത്തെ ഗുരുവായും പുരോഹിതനായിട്ടും ദേവതയായിട്ടും ഒക്കെ കാണുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തത്വത്തെയും നമ്മൾ ഗുരുസ്ഥാനത്തേക്ക്, വ്യക്തികളെ മാത്രമല്ല തത്വത്തെയും നമ്മൾ ഗുരുസ്ഥാനത്തേക്ക് കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് അതുപോലെ തന്നെ വ്യക്തികളെ ഗുരുസ്ഥാനത്തേക്ക് കാണുന്നത് പോലെ തന്നെ നമ്മൾ തത്വത്തെയും ഗുരുസ്ഥാനത്തേക്ക് കാണുന്നു. അത് സമാജത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ തത്വസംഹിതകളും നമ്മൾ ഗുരുസ്ഥാനത്തേക്ക് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇത് ഭാരതത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വർഷത്തിലൊരിക്കൽ ഗുരുവിനെ ആദരിക്കണം, പൂജിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഗുരുവിനെ ആദരിക്കുകയും പൂജിക്കുകയും വേണം. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ നമ്മൾ ഗുരുവിനെ പൂജ ചെയ്യുന്നതോടൊപ്പം
നമ്മളുടെ തനമന ധനപരമായിട്ടുള്ള ഒരു സമർപ്പണം ഗുരുവിനും അതുപോലെ നമ്മുടെ സമാജത്തിനും ചെയ്യണം എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് ഗുരുപൂർണിമയെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കൽ കൂടി നമ്മളുടെ ഗുരു GK സാറിനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്റെ ഗുരുപൂർണിമ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.